നമസ്കാരം. സംസ്ഥാനത്തിൻ്റെ ഗ്രാമവീഥികളിലേക്ക് മിനി ബസ്സുകൾ സർവീസിന് ഇറക്കാൻ KSRTC ഒരുങ്ങുന്നു. ഇതിനായി കൂടുതൽ മിനി ബസ്സുകൾ വാങ്ങാൻ KSRTC വിവിധ കമ്പനികൾക്ക് ടെൻഡർ കൊടുത്തതായി റിപ്പോർട്ട്. 2 വാതിലുള്ള 305 മിനി ബസ്സുകൾ വാങ്ങാനാണ് KSRTC ഒരുങ്ങുന്നത്. 2 മാസത്തിനകം ബസ്സുകൾ KSRTCക്ക് ലഭ്യമാകും. ടാറ്റ, അശോക് ലൈലാൻഡ്, ഐഷർ എന്നീ കമ്പനികൾക്ക് KSRTC ടെൻഡർ കൊടുത്തതായിട്ടാണ് റിപ്പോർട്ട്. ഒക്ടോബറോടെ ബസ്സുകൾ KSRTCക്ക് ലഭിക്കും. യാത്രാ ദുരിതം ഒരുപാടുള്ള ഗ്രാമീണ റോഡുകളിൽ ബസ്സുകൾ സർവീസിന് ഇറക്കാനാണ് KSRTCയുടെ പദ്ധതി. കൂടാതെ നിലവിലുള്ള റൂട്ടുകളിലും മിനി ബസ്സുകൾ ഓടിക്കാൻ KSRTC ആലോചിക്കുന്നുണ്ട്. വലിയ ബസ്സുകൾക്ക് പരിമിതിയുള്ള റൂട്ടുകളിൽ മിനി ബസ്സുകൾ ഇറക്കി വരുമാനം നേടാനുള്ള ലക്ഷ്യവും KSRTCക്ക് ഉണ്ട്. ഇത്തരം റൂട്ടുകൾ കണ്ടെത്താൻ ഡിപ്പോകളെ നിയോഗിച്ചിട്ടുണ്ട്. ടാറ്റ കമ്പനിയിൽ നിന്ന് 33 സീറ്റുള്ള ബസ്സുകളാണ് KSRTC വാങ്ങുന്നത്. അശോക് ലൈലാൻഡിൽ നിന്ന് വാങ്ങുന്ന മിനി ബസ്സിൻ്റെ സീറ്റെണ്ണം 36 ഐഷറിൽ നിന്ന് വാങ്ങുന്ന ബസ്സിന് 28 സീറ്റുണ്ട്. മെച്ചപ്പെട്ട മൈലേജും ഡീസൽ ചെലവ് കുറവും കണക്കിലെടുത്താണ് മിനി ബസ്സുകൾ വാങ്ങാൻ KSRTC തീരുമാനിച്ചത്. 4 സിലിണ്ടർ 120 HP ബസ്സുകൾ KSRTCയുടെ ഡീസൽ ചെലവ് ഗണ്യമായി കുറയ്ക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. നേരത്തെ മിനി ബസ്സുകൾ വാങ്ങി തിരിച്ചടി നേരിട്ട അനുഭവം KSRTCക്കുണ്ട്. 10 മീറ്റർ നീളമുള്ളവയാണ് മിനി ബസ്സുകൾ. നിരീക്ഷണ ക്യാമറകൾ, LED TV, മ്യൂസിക് സിസ്റ്റം എന്നിവയും ബസ്സിലുണ്ടാകും. 23 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് മിനി ബസ്സുകളുടെ വില. മിനി ബസ്സുകൾ പ്രീമിയം സൂപ്പർഫാസ്റ്റായി ഓടിച്ചാൽ വരുമാനം കൂടുമെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ടാറ്റയുടെ 3300 cc ഡീസൽ എഞ്ചിൻ കരുത്തിൽ പ്രവർത്തിക്കുന്ന 40 സീറ്റുകളുള്ള AC പ്രീമിയം ബസ്സുകളുടെ സർവീസ് ഈ വർഷം മെയ്യിൽ KSRTC ആരംഭിച്ചിരുന്നു. 35 പുഷ് ബാക്ക് സീറ്റുകളും ഓരോ സീറ്റിനും സീറ്റ് ബെൽറ്റുകളും, ഫുഡ് റെസ്റ്റുകളും മൊബൈൽ ചാർജിംഗ് പോർട്ടുകളും ബസ്സിലുണ്ട്. AC പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ വശങ്ങളിലെ ഗ്ലാസുകൾ നീക്കാനുള്ള സൗകര്യവുമുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ബസ് സർവീസുകൾ KSRTC ഏർപ്പാടാക്കുമെന്ന് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. പല ഗ്രാമീണ മേഖലകളിലും കൃത്യമായ പൊതുഗതാഗത സംവിധാനം ഇല്ല. ഉള്ളവയൊക്കെ തന്നെ നഷ്ടത്തിലുമാണ്. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് മിനി ബസ്സുകൾ സർവീസ് നടത്തി കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് നേരത്തെ മന്ത്രി പലവട്ടം ആവർത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ 305 മിനി ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനം എന്നും സൂചനയുണ്ട്. ഗ്രാമീണ മേഖലയിൽ ചെറുബസ്സുകൾ ഓടിക്കുകയാണ് ലാഭം. മാത്രമല്ല, ചെറുബസ്സുകൾ കൃത്യമായ സമയക്രമീകരണത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ ബസ്സിൽ കയറാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, മിനി ബസ്സുകളായതുകൊണ്ട് ഏത് ചെറിയ വഴിയിലൂടെയുമൊക്കെ തന്നെ യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇതൊക്കെ കൂടി കണക്കിലെടുത്താണ് KSRTC പുതിയൊരു നീക്കത്തിന് ഒരുങ്ങുന്നത് എന്നാണ് സൂചനകൾ. മിനി ബസ്സുകൾ ഏത് രീതിയിൽ, ഏത് സമയക്രമത്തിൽ സർവീസ് നടത്തും എന്ന് അതത് ഡിപ്പോകളായിരിക്കും തീരുമാനിക്കുക. ഓരോ പ്രദേശത്തെയും ആളുകളുടെ യാത്രാ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു നീക്കം നടത്തുന്നത്. സമയക്രമീകരണവും അങ്ങനെ തന്നെ. പല പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ഒക്കെ തന്നെ ധാരാളം സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. ആ മേഖലയിൽ കൂടുതൽ ബസ്സുകൾ ആ സമയത്ത് ഓടിച്ചുകൊണ്ട് സർവീസ് നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ KSRTC നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. പുതിയ ബസ്സുകൾ ഒക്ടോബർ മാസത്തിൽ എത്തും. അതിനുശേഷം അതിൻ്റെ സർവീസ് ക്രമീകരണമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലുള്ള സർവീസുകളായിരിക്കും ഈ മിനി ബസ്സുകൾ നടത്തുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നത്.